നമ്മൾ ലൈവ് ക്ലാസ്സിൽ പൈത്തൺ ആൻഡ്രോയിഡിൽ ഉപയോഗിക്കേണ്ട ഒരു ആപ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ പറയുന്നത്. ഇത് സിലബസിലുള്ളതല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ QPython OL എന്നാണ് ആപ്പിൻ്റെ പേര്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഡെസ്ക്ടോപ്പിൽ അത് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ QPython കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് തുറന്നു വരും. ഇവിടെ നമ്മൾ എഡിറ്റർ എന്നൊരു ലിങ്ക് കാണാം. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ മുമ്പ് കണ്ട പോലെ തന്നെ ഒരു എഡിറ്ററാണ്. ഞാനിപ്പോൾ കുറച്ച് ഡാറ്റ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമ്മുടെ PC-യിൽ ചെയ്ത പോലെ തന്നെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം സേവ് ചെയ്യണം. അതാണ് നമ്മുടെ 4ാമത്തെ ഐക്കൺ. അപ്പോൾ ഞാൻ നേരത്തെ സേവ് ചെയ്ത് നോട്ട് ചേഞ്ച് എന്ന് കാണിക്കും. പിന്നെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റണ്ണാവുമ്പോൾ ഇതാണ് നമ്മുടെ ടെർമിനൽ, അത് നമ്മുടെ ഷെല്ലാണിത്. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തത് ഇതിൻ്റെ ഒരു എൻ്റർ യുവർ ഏജ് ഞാനൊരു ഇൻപുട്ടിൽ കൊടുത്തിരുന്നു. നിങ്ങൾ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട. ഇപ്പോൾ ജസ്റ്റ് ലിസൺ അലോങ്. ഓക്കെ, ഇപ്പോൾ 3 കൊടുത്തു, 3 പ്രിൻറ്റ് ചെയ്തു. അതായത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ പ്രസ് എൻ്റർ ടു എക്സിറ്റ് ആണ്. നമ്മൾ എൻ്റർ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തിരിച്ച് എഡിറ്ററിലേക്ക് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ പൈത്തൺ എഡിറ്റർ. അപ്പോൾ എഡിറ്ററിലാണ് നമ്മൾ ടെർമിനലാണ് നമ്മുടെ ഷെൽ. നേരത്തെ കണ്ട പോലെ തന്നെ 3 ഗ്രേറ്റർ ദാൻ സൈൻ കാണാം. ഇത് റൺ ഓൺ ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ചോദ്യം വരുമ്പോൾ നോ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിന് മെമ്മറി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഇതിൽ ഈ ഒരു ആപ്പിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഈ QPython എന്നൊരു സാധനമുണ്ട്. ഇതിൽ ആദ്യം നമ്മൾ കാണുന്ന Q എഡിറ്റർ എന്നുള്ള സാധനമാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന എഡിറ്ററാണ്. ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഞാനിപ്പോൾ ഇത് അപ്ഡേറ്റ് ഉള്ള കാരണം യെല്ലോ ടിക്ക് കാണുന്നത് അതുകൊണ്ടാണ്. ഇനി AI എന്നുള്ള ലിങ്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 3 എണ്ണത്തിൽ നിങ്ങളൊരു ടിക്ക് കാണും. NumPy, SciPy ആൻഡ് Matplotlib എന്നുള്ളതിൽ. ഈ 3 എണ്ണം നമ്മൾ സയൻറ്റിഫിക് കമ്പ്യൂട്ടിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. ഫിസിക്സ്, മാത്സ് പോലുള്ള വിഷയങ്ങൾ നമ്മൾ ഈ 3 കാര്യങ്ങൾ ഉപയോഗിക്കും. നമ്മുടെ സിയിലെ ഹെഡർ ഫയൽ പോലെയാണ് ഇത്, പക്ഷേ ഇത് കുറച്ച് വളരെ വലുതാണെന്നേ ഉള്ളൂ. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ചിലപ്പോൾ ടിക്ക് മാർക്ക് ഉണ്ടാവില്ല. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ആയിക്കോളും. ഉടനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല, ഉപയോഗിക്കുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, സോ അതാണ് നമ്മുടെ QPython ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ നമുക്കുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും ആദ്യത്തെ ഐക്കൺ കുറേ എക്സാമ്പിൾസാണ്. അതിപ്പോൾ നിങ്ങൾ നോക്കണമെന്നില്ല, കാരണം ചിലപ്പോൾ വേറെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറേയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ താഴെ കണ്ട മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. ഇതിൽ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ചെക്ക് ചെയ്യുന്നത്, അതായത് ചൂസ് പൈത്തൺ ഇൻ്റർപ്രറ്റർ എന്നുള്ളത് സ്വിച്ച് ടു പൈത്തൺ 3 ആണെന്ന് ഉറപ്പുവരുത്തുക. കാരണം നമ്മൾ ചെയ്യുന്ന പൈത്തൺ 3 ആണ്. ഈ ആപ്പിൽ പൈത്തൺ 2 നമുക്ക് ചെയ്യാം. അതാണ് അവിടെ കാണുന്നത്. പൈത്തൺ 2ൻ്റെ കാര്യം പറയുന്നത് നമുക്ക്, പക്ഷേ പൈത്തൺ 3 മതി. അതുകൊണ്ടാണ് ചൂസ് പൈത്തൺ ഇൻ്റർപ്രറ്റർ എന്നുള്ളത് യൂസ് പൈത്തൺ 3 ആണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ.